ഹലോ നമസ്കാരം. നമുക്ക് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഫിസിക്സിലെ ഒരു ചാപ്റ്ററാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഏകദേശം ഒരു 12ഓളം ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മളിവിടെ ഇന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പഠിക്കുന്നത് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന വേർഡാണ്. നമുക്കറിയാം, മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന വേർഡ്, അതായത് ഘർഷണം എന്ന് പറയുന്നത്. രണ്ട് വസ്തുക്കൾ ഉരസി നീങ്ങുമ്പോൾ ഒന്ന് മറ്റൊന്നിൽ പ്രയോഗിക്കുന്ന ഫോഴ്സിനെയാണ് ഫ്രിക്ഷൻ അതല്ലെങ്കിൽ ഘർഷണം എന്ന് പൊതുവേ പറയുക. ഇവിടെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് രണ്ട് സ്യൂട്ടബിൾ ബോഡീസ് പരസ്പരം റബ്ബ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ കൊണ്ട് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ഗ്ലാസ് റോഡും അതുപോലെ തന്നെ ഒരു സിൽക്ക് ക്ലോത്തും തമ്മിൽ റബ്ബ് ചെയ്യണ സമയത്ത് ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്ക് ക്ലോത്തിലേക്ക് ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നു, ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നു. നമുക്കറിയാം, ഇലക്ട്രോണുകളുടെ മൂവ്മെൻറ്റിനെയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റി നിർമ്മിക്കപ്പെടുന്നത് ഫ്രിക്ഷൻ കൊണ്ടായതുകൊണ്ട് ഇതിനെ നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. അടുത്തൊരു ടേം ഒന്ന് നോക്കാം, കൺസർവേഷൻ ഓഫ് ചാർജ്. ഇത് പറയുന്നത് ചാർജ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നുള്ളതാണ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിനകത്ത് ചാർജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്നാണ് കൺസർവേഷൻ ലോ പറയുന്നത്. അതായത് ചാർജ് നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, പക്ഷേ ഒന്നിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ നേരത്തെ ഈ കണ്ട ഗ്ലാസ് ക്ലോത്തും അതുപോലെ തന്നെ ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും തമ്മിലുള്ള ഒരു പരീക്ഷണം നമ്മൾ നടത്തിയിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് എന്താണ്, ഗ്ലാസ് റോഡിന് ചാർജില്ല, അതുപോലെ തന്നെ സിൽക്ക് ക്ലോത്തിനും ചാർജില്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോണുകൾ സിൽക്ക് ക്ലോത്തിലേക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ രണ്ടിനും എന്ത് ചെയ്തു, ചാർജ് ഉണ്ടായി. ഇവിടെ നമ്മൾ ചാർജ് പുതിയതായിട്ട് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് കഴിയുന്നത്. ഈ ഒരു ഗ്ലാസ് റോഡിലും സിൽക്ക് ക്ലോത്തിലും മുൻപുണ്ടായിരുന്ന അതേ ചാർജ് തന്നെയാണ് ഇപ്പോൾ ഗ്ലാസ് റോഡിലും സിൽക്ക് ക്ലോത്തിലും കൂടി ഉണ്ടാവുന്ന ചാർജ് എന്ന് പറയുന്നത്. ഇതാണ് കൺസർവേഷൻ ലോ ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. അടുത്തതായി നാം പഠിക്കുന്നത് കൂളംസ് ലോ ആണ്. കൂളംസ് ലോ എന്ന് പറയുന്നത് രണ്ട് ചാർജുകൾ തമ്മിൽ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിൽ പ്രയോഗിക്കുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചാണ് ഈ കൂളംസ് ലോ പറയുന്നത്. കൂളംസ് ലോ പ്രകാരം ഒരു രണ്ട് ചാർജുകൾ Q1 എന്ന് പറയുന്ന ചാർജ്, Q2 എന്ന് പറയുന്ന ചാർജ് ചിത്രത്തിൽ കാണിച്ചതുപോലെ R എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ Q1ഉം Q2ഉം തമ്മിലുള്ള Q1ഉം Q2ഉം തമ്മിലുള്ള ഫോഴ്സ് രണ്ടും തമ്മിലുള്ള പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്നാണ് കൂളംസ് ലോ ആദ്യം പറയുന്നത്. രണ്ടാമതായി കൂളംസ് ലോ പറയുന്നത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് വിപരീത അനുപാതത്തിലാണ്, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് എന്നാണ് നമുക്ക് കൂളംസ് ലോ പ്രകാരം പറയുന്നത്. അതായത് കൂളംസ് ലോ പ്രകാരം ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 ആൻഡ് Q2. അതുപോലെ തന്നെ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ് എന്ന് നമുക്ക് പറയാം. F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2, അതുപോലെ തന്നെ F ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². ഓക്കെ, ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു, അതായത് F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2/r² എന്ന് പറയാം. ഇവിടെ F ഈസ് പ്രൊപ്പോർഷണൽ ടു ആണ് പറയുന്നത്. പ്രൊപ്പോർഷണൽ ഡിസൈന് മാറ്റം വരുത്തുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, F ഈസ് പ്രൊപ്പോർഷണൽ ടു എന്നുള്ളതിന് പകരം F ഈസ് ഈക്വൽ ടു K × Q1 Q2/r² എന്ന് പറയാം. ഇവിടെ നമുക്ക് പരീക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി K എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. K എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁹9 × 10⁹9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. അതായത് K എന്ന് പറയുന്ന ടേം നമുക്കിവിടെ 1/4πε0 എന്ന വാല്യൂ ആണ് എന്ന് വിവിധ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കി. അതായത് കൂളംസ് ലോ പ്രകാരം ഫോഴ്സ് ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം, 1/4πε0 × Q1 Q2/r². ഇവിടെ F എന്ന് പറയുന്നത് ഫോഴ്സാണ്, Q1ഉം Q2ഉം രണ്ട് ചാർജുകളാണ്, R എന്ന് പറയുന്നത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതാണ് കൂളംസ് ലോ പറയുന്നത്. അപ്പോൾ കൂളംസ് ലോ എന്ന് പറയുന്നത്, കൂളംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ് ആൻഡ് F ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ് എന്ന് നമുക്ക് പറയാം. നമുക്കറിയാം, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അതുപോലെ തന്നെ ചാർജിൻ്റെ യൂണിറ്റ് കൂളം ആണ്. അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക.
ഇവിടെ നമ്മൾ കെ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ പറഞ്ഞു അല്ലേ, 1/4πε0. ഇതിൽ ε0 എന്ന് പറയുന്ന ടേമിനെ പെർമിറ്റിവിറ്റി എന്നാണ് പറയുക. സാധാരണ എപ്സിലോൺ എന്ന് പറയുന്നതാണ് പെർമിറ്റിവിറ്റി. ε0 എന്ന് പറയുന്നത് രണ്ട് ചാർജുകൾ വെച്ചിരിക്കുന്നത് ഫ്രീ സ്പേസിലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ചാർജുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തുള്ള മീഡിയം എന്ന് പറയുന്നത് ഫ്രീ സ്പേസ് ആണ്. അപ്പം അതിനെയാണ് നമുക്ക് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് ഇവിടെ ε0 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അതല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ടേമിനെയാണ് ഇവിടെ പറയുന്നത്. അതിനെ εr എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ട് നമുക്ക് സൂചിപ്പിക്കാം, അതല്ലെങ്കിൽ കെ എന്ന് പറയുന്നത്. അതായത് ഈ ഇക്വേഷനിൽ കാണിച്ചതുപോലെ കെ എന്ന് പറയുന്നത് അതായത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് കൊണ്ട് പെർമിറ്റിവിറ്റി ഓഫ് ഏത് മീഡിയം ആണോ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ആ മീഡിയത്തെ ഡിവൈഡ് ചെയ്യുന്ന ഇതിനെയാണ് നമുക്ക് എന്ത് പറയുക, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുക. അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് നമുക്ക് പറയാം. ഇക്വേഷൻ കാണിച്ച ഇത് പ്രകാരം εr റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു എപ്സിലോൺ, അതായത് എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയമാണ്, എപ്സിലോൺ ഡിവൈഡഡ് ബൈ ε0. ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അടുത്തത് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. ഈ ചിത്രം ഒന്ന് നോക്കുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെ Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ R എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം F12 എന്ന് പറയുന്നത് നമുക്കൊന്ന് F12 എന്ന് പറയുന്ന ഫോഴ്സ്, അതായത് Q1 എന്ന് പറയുന്ന ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏതുകൊണ്ട്, ഡ്യൂ ടു Q2 അല്ലേ, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q1 ഡ്യൂ ടു Q2. അതിന് നമുക്ക് F12 എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ F21 എന്ന് പറയുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q2 ഡ്യൂ ടു Q1 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണക്കാക്കാം. അതുപോലെ തന്നെ R12 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ കാണിച്ചിട്ടുണ്ട്. അത് Q1 നിന്നും Q2 പോയിൻ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് വെക്ടറാണ്. അതുപോലെ തന്നെ R21 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ കാണിച്ചിട്ടുണ്ട്. അത് Q2 നിന്നും Q1 പോയിൻ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് വെക്ടറാണ്. നമുക്കറിയാം കൂളംസ് ലോ പ്രകാരം എന്താണ്, F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/r² എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ ഇവിടെ ഫോഴ്സ് കണക്കാക്കുകയാണ്. അതായത് Q1 കൊണ്ട് Q2 ഉണ്ടാകുന്ന ഫോഴ്സും Q2 കൊണ്ട് Q1 ഉണ്ടാകുന്ന ഫോഴ്സും. അതായത് നമുക്ക് Q1 കൊണ്ട് Q2 ഉണ്ടാകുന്ന ഫോഴ്സ് F12 എന്നതിനെ ചിത്രത്തിൽ കാണിച്ചതുപോലെ തന്നെ K × Q1 Q2/r12² R12 എന്ന് പറയാം. അതുപോലെ തന്നെ F21 ഈസ് ഈക്വൽ ടു K × Q1 Q2/R121² അല്ലെങ്കിൽ R12² R21 എന്ന് നമുക്കിവിടെ പറയാം. ഇവിടെ നോക്കൂ, ഇതിൽ രണ്ടും ഒരേ ഇക്വേഷൻ തന്നെയാണ് അല്ലേ, F12ഉം F21ഉം സെയിം തന്നെയാണ്. ആകെ കൂടിയുള്ള മാറ്റം എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. ഏത്, R12 അതുപോലെ തന്നെ R21. R12ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് R12 ഉള്ളത് എന്ന് മാത്രമാണ് അവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് R12 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം -R21 എന്ന് പറയാം. അതായത് നമുക്കിവിടെ മനസ്സിലാകുന്നത് F12 എന്ന് പറയുന്നത് -F21 എന്നാണ് എന്ന് നമുക്ക് ഈ ഒരു കൂളംസ് ലോ വെക്റ്റർ ഫോമിലൂടെ മനസ്സിലാക്കാം. അതായത് കൂളംസ് ലോയുടെ വെക്റ്റർ ഫോം നമുക്ക് കാണിച്ചു തരുന്നത് Q1 Q2 പ്രയോഗിക്കുന്ന ഫോഴ്സും Q2 Q1 പ്രയോഗിക്കുന്ന ഫോഴ്സും ഈക്വലും അതുപോലെ തന്നെ ഓപ്പോസിറ്റും ആണ് എന്ന് നമുക്ക് വിലയിരുത്താം. അടുത്തത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചാർജ് സിസ്റ്റത്തിൽ, അതായത് ഒന്നിൽ കൂടുതൽ ചാർജുകൾ ഒരു ചെറിയ സ്പേസിൽ വെച്ച് കഴിഞ്ഞാൽ പരസ്പരം എന്ത് ചെയ്യും, ചാർജുകൾ തമ്മിൽ ആകർഷിക്കുകയും വികർഷിക്കുകയും ഒക്കെ ചെയ്യും അല്ലേ, അട്രാക്ഷനും റിപ്പൽഷനും ഒക്കെ ഉണ്ടാവും. അപ്പം മൾട്ടിപ്പിൾ ചാർജ് സിസ്റ്റത്തിൽ ഒരു ചാർജിൽ മറ്റു ചാർജുകൾ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സിനെ കുറിച്ചാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ചിത്രം ഒന്ന് നോക്കാം. ഇവിടെ എന്താണ് Q1 Q2 Q3 Q4 എന്ന് പറഞ്ഞിട്ട് 4 ചാർജുകൾ ഇരിക്കുന്നുണ്ടല്ലേ. ഇവിടെ നമുക്ക് നേരത്തെ കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം പറഞ്ഞതുപോലെ Q1 എന്ന് പറയുന്ന ചാർജ്, Q1 ചാർജ് കൊണ്ട് Q2 ചാർജ് കൊണ്ട് Q1 ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, അതായത് F12 ഈസ് ഈക്വൽ ടു K × Q1 Q2/R12² R12
ക്യാപ്പ്. ഈ R1 ക്യാപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ യൂണിറ്റ് വെക്ടറാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ Q3 ചാർജ് കൊണ്ട് Q1 ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് F13 ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാവുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ F14 എന്ന് പറയുന്നത് Q4 ചാർജ് കൊണ്ട് Q1 ഉണ്ടാകുന്ന ഫോഴ്സ്, അതിന് നമുക്ക് F14 എന്ന് വിളിക്കാമെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാം, F14 ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q4 ബൈ R14 സ്ക്വയർ ഇൻറ്റു R14 ക്യാപ്പ്. ഇനി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ Q1 Q2 കൊണ്ടും Q3 കൊണ്ടും Q4 കൊണ്ടും എല്ലാം Q1 അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഓരോന്നും തമ്മിലുണ്ടാകുന്ന ഫോഴ്സിൻ്റെ വെക്റ്റർ സമ്മായിരിക്കും എന്നുള്ളതാണ്. അതായത് Q1 കൊണ്ട് Q1 Q2 കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെയും Q3 കൊണ്ട് Q1 ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ Q4 കൊണ്ട് Q1 ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെയും ഒക്കെ വെക്റ്റർ സമ്മായിരിക്കും ടോട്ടൽ ഫോഴ്സ് Q1 അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എന്ത് എഴുതാം, F ഈസ് ഈക്വൽ ടു F12 പ്ലസ് F13 പ്ലസ് F14 എക്സെട്ര എത്ര ചാർജാണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഓരോന്നുകൊണ്ടും ഉണ്ടാകുന്നത് സെപ്പറേറ്റ് സം ചെയ്താൽ നമുക്ക് ടോട്ടൽ ഫോഴ്സ് കിട്ടും എന്ന് നമുക്ക് ഇത് പ്രകാരം പറയാം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള സ്ഥലം, അവിടെ മറ്റൊരു മാഗ്നറ്റോ മറ്റൊരു പാർട്ടിക്കിളോ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാഗ്നറ്റ് കൊണ്ടുള്ള എഫക്റ്റ് അവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന ആ ചാർജിന് ചുറ്റുമുള്ള പ്രദേശത്തെയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതായത് ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് അതല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ അത് നമ്മളിങ്ങനെയാണ് പറയുന്നത്. ആ ഒരു പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ E എന്ന് പറയുന്ന അക്ഷരം വെച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാം, ഇവിടെ Q എന്ന് പറയുന്നൊരു ചാർജ് ഉണ്ട്. ആ ചാർജിൽ നിന്നും P എന്ന് പറയുന്ന അകലത്തിൽ R എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ P എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ 1 കൂളം ചാർജ് എന്ത് ചെയ്യുന്നു, വെക്കുന്നു. അങ്ങനെ 1 കൂളം ചാർജ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഈ 1 കൂളം ചാർജും Q എന്ന് പറയുന്ന ചാർജും തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എത്രയാണോ അതാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നമുക്കറിയാം കൂളംസ് ലോ പ്രകാരം എന്താണ്, F ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ R² എന്നാണ്. ഇവിടെ നമ്മൾ E ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നാണല്ലോ പറയുക. അപ്പോൾ E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q ഇൻറ്റു 1/R². അതായത് നമുക്ക് എന്ത് പറയാം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/R² എന്ന് നമുക്ക് മാത്തമാറ്റിക്കലി പറയാം. ഇനി ഒരു പോയിൻ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഫോഴ്സും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. അതൊന്ന് നോക്കുക. ഈ ചിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, Q എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ Q എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ചാർജ് ഉണ്ട്. P എന്ന് പറയുന്ന പോയിൻറ്റിൽ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ P എന്ന് പറഞ്ഞ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് R എന്നാണ്. ഓക്കെ, ഇവിടെ നമ്മളൊരു Q0 എന്ന് പറയുന്ന ഒരു ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, വെച്ചിട്ടുണ്ട് Q0. ഈ രണ്ട് ചാർജുകളും തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും നമുക്കറിയാം. കൂളംസ് ലോ പ്രകാരം F ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q ഇൻറ്റു Q0/R² എന്നായിരിക്കും. നമുക്ക് ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് F ഈസ് 1/4πε0 ഇൻറ്റു Q/R² എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ആ പോയിന്റിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, F ഈസ് ഈക്വൽ ടു E ഇൻറ്റു Q0 എന്നെഴുതാം അല്ലേ. അതായത് Q Fഉം തമ്മിലുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താണ്, F ഈസ് ഈക്വൽ ടു E ഇൻറ്റു Q0. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, E ഈസ് ഈക്വൽ ടു F/Q0 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇനി നമ്മളിവിടെ ഡൈപോൾ എന്ന് പറയുന്ന ഒരു ടേമാണ് പറയുന്നത്. ഡൈപോൾ എന്ന് പറയുന്നത് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ഡൈപോൾ എന്ന് പറയുക. നോക്കൂ, ഇവിടെ +Q എന്ന് പറയുന്ന ചാർജും -Q എന്ന് പറയുന്ന ചാർജും
2L എന്ന് പറയുന്ന ചെറിയൊരു ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. 2L എന്ന് പറയുന്നത് ഭാവിയിൽ നമ്മുടെ കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് 2L എന്ന് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ചെറിയൊരു ഡിസ്റ്റൻസാണ്. ഒരു ഉദാഹരണം ഡൈപോളിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് HCl എന്ന് പറയുന്ന ഒരു ആറ്റം ആണ്. അതായത് Hന് പ്ലസ് എന്ന് പറയുന്ന ചാർജാണ്, Clന് മൈനസ് എന്ന് പറയുന്ന ചാർജാണ്. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജാണ്. ഇത് തമ്മിൽ വളരെ ചെറിയൊരു അകലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു ഡൈപോൾ എന്ന് പറയുന്നത്. ഡൈപോളിന് ചാർജ് 0 ആയിരിക്കും അല്ലേ? കാരണം എന്താണ്, പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, 0 ആണ് ചാർജ്. പക്ഷേ ഒരു ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് പോലെയുള്ള എഫക്റ്റുകൾ ഒരു ഡൈപോൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ഡൈപോളിൻ്റെ ചാർജ് അല്ല നമ്മൾ പറയാറുള്ളത്. ഡൈപോളിനെ സംബന്ധിച്ചിടത്തോളം ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്ന ടേമാണ് ആ ഡൈപോളിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. പി എന്ന് പറയുന്ന അക്ഷരം വെച്ചാണ് ഡൈപോൾ മൊമെൻ്റ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. പി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ് എന്നാണ്. അതായത് ഒരു ചാർജും തമ്മിലുള്ള അകലവും തമ്മിലുള്ള ഗുണനഫലമാണ് എന്ത്, ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ്. അത് നമുക്ക് ഒരു അവിടുത്തെ ഇപ്പോൾ ആ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അതല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു ഇമാജിനറി ലൈനാണെന്നുള്ളത്. ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ സ്മോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന പാതയെയാണ് നമ്മൾ എന്ത് പറയുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഫീൽഡ് ലൈനിൻ്റെ വിവിധ പ്രോപ്പർട്ടികളെ കുറിച്ചാണ്. ഒരു 5 പ്രോപ്പർട്ടി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അതൊരു പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ പോസിറ്റീവ് ചാർജിനെ ഇവിടെയുള്ള മറ്റ് പ്ലസ് ക്യൂ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. റിപ്പൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്ലസ് ക്യൂ ചാർജിൽ നിന്നും അത് ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് ആ ഒരു ലൈന് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ഫീൽഡ് ലൈൻ്റെ പ്രോപ്പർട്ടി എന്ത് പറയാം, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഇനി ഒരു നെഗറ്റീവ് ചാർജിന്, അടുത്തൊരു നെഗറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ പോസിറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഒരു സ്മോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന പാതയാണ് നമ്മൾ എന്ത് പറയുക, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുക. ഇവിടെ നമ്മളൊരു പോസിറ്റീവ് ചാർജ് വെച്ചു, ഈ പോസിറ്റീവ് ചാർജിനെ നെഗറ്റീവ് അട്രാക്റ്റ് ചെയ്യും, അപ്പോൾ അത് നെഗറ്റീവിലേക്ക് സഞ്ചരിക്കും. അതായത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു നെഗറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ഈ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് ഡയറക്ഷനാണ് എന്ന് നമുക്ക് പറയാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്, നമുക്ക് അതിൻ്റെ ഒരു ഡൈപോളിനെ സംബന്ധിച്ചിടത്തോളം, അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എടുത്തിരിക്കുന്നതാണല്ലോ. അപ്പം ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് പോസിറ്റീവിൽ നിന്നും തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കും എന്ന് നമുക്ക് പറയാം. അത് നമുക്കിവിടെ ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ പോസിറ്റീവിനെ ഈ നെഗറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യുന്നതുകൊണ്ട് അത് ഇങ്ങനെ പുറത്തേക്ക് പോകും. ഈ പുറത്തേക്ക് പോകുന്നതിന് നെഗറ്റീവ് എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് പോസിറ്റീവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യുക എന്ന് നമുക്ക്. നാലാമത് പറയുന്നത് ഒരു ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഒരു പോയിന്റിലുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ പോയിന്റിലെ ടാൻജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ പോയിന്റിലുള്ള ടാൻജൻറ്റിനെയാണ് നമ്മൾ ഡയറക്ഷൻ മെൻഷൻ ചെയ്യാനായിട്ട് പറയുന്നത്. അഞ്ചാമതായിട്ട് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 2 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഒരു കാരണവശാലും തമ്മിൽ കൂട്ടിമുട്ടില്ല എന്നുള്ളതാണ്. നമുക്കിങ്ങനെ 2 ലൈൻസ് ഓഫ് ഫോഴ്സ് കൂട്ടിമുട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റിൽ എന്താണ്, 2 ഡയറക്ഷൻ അതിന് നമുക്ക് പറയാം. നമുക്ക് നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു സ്മോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന സ്ഥലമാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ
നമ്മൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് 2 ഡയറക്ഷനിൽ സഞ്ചരിക്കും എന്നുള്ളത് പോലെയാണ്. അത് പോസിബിൾ അല്ലല്ലോ. ഒരു ചാർജ് എന്ത് ചെയ്യും, ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യുള്ളൂ, സഞ്ചരിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് 5ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എന്ത് പറയാം, ഫീൽഡ് ലൈന് ഒരു കാരണവശാലും കൂട്ടി മുട്ടില്ല എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രിക് ഡൈപോൾ കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ പിന്നെ ഗോസ് തിയറം എന്ന് പറയുന്ന തിയറമാണ്. അത് കഴിഞ്ഞാൽ ഗോസ് തിയറത്തിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസുമാണ്. അത്രയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പം ഈ ചാപ്റ്ററിൻ്റെ ആദ്യ വീഡിയോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഡൗട്ടുകളുള്ള കാര്യങ്ങൾ ഓരോന്നും എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക, ഞാൻ അതിനകത്ത് റിപ്ലൈ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് കേൾക്കുക. ഈ PDF ഫയൽ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ ഞാൻ അയച്ചു തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ PDF ഫയൽ വെച്ചിട്ട് ഈ ഒരു വോയിസും കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യുക, റിപ്ലൈ ചെയ്യൂ കേട്ടോ. ഓക്കെ.